ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട പത്രത്തിലൊരു വാർത്ത വന്നു. അതായത് നവകേരള സദസ്സിൽ ഒരുപാട് പരാതികൾ നമ്മൾ സ്വീകരിച്ചിരുന്നല്ലോ. ആ പരാതികളിൽ തുടർച്ച ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നും നിങ്ങളെ വിമർശിക്കുന്ന പത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എന്നും നിങ്ങളെ വിമർശിക്കുന്ന പത്രം വാർത്ത എഴുതി. പക്ഷേ ഇന്ന് ഞങ്ങളൊരു വാർത്ത രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് എറണാകുളം ജില്ലയിൽ 57,000-ഓളം പരാതികൾ ലഭിച്ചു. അതിൽ 37,000-ഓളം പരാതികളിൽ തീർപ്പാക്കിയിരിക്കുന്നു എന്നൊരു വാർത്ത ഇന്ന് നമ്മൾ എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഇതെല്ലാ ജില്ലകളിലെയും സ്ഥിതിയാണ്. രണ്ട് തലത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ ഞങ്ങളെ കളിയാക്കിയിരുന്നൊരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ പരാതി സ്വീകരിക്കാനുള്ളൊരു യാത്രയായിരുന്നില്ല. കേരളത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് ഞങ്ങളെ ജയിപ്പിച്ച, ഞങ്ങളെ രണ്ടാമതും അധികാരത്തിൽ വന്ന ജനങ്ങളോട് 140 അംഗ നിയമസഭയുടെ വിപുലമായിട്ടുള്ളൊരു വേദി എന്ന നിലയിൽ 3.5 കോടി മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള യാത്രയായിരുന്നു. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ ആളുകൾക്ക് പല വിഷയങ്ങളെക്കുറിച്ചും അഭിപ്രായം ഉണ്ടാകും. അത് സ്വീകരിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. ആ സ്വീകരിക്കാനുള്ള അവസരം എങ്ങനെ എടുത്തു? അത് ലഭ്യമാകുമ്പോൾ ചീഫ് സെക്രട്ടറിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കയ്യിൽ നേരിട്ട് നൽകിയ പരാതി പോലെ പരിഗണിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരിഗണിക്കാൻ തീരുമാനിച്ചപ്പോൾ ഓരോ വകുപ്പിൻ്റെയും സെക്രട്ടറിമാരോട് അത് അന്വേഷിക്കാൻ പറഞ്ഞു, മന്ത്രിമാരോട് അന്വേഷിക്കാൻ പറഞ്ഞു, ജില്ലകളിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി നിലവാരത്തിലുള്ള ആളുകൾക്ക് ചുമതല കൊടുത്തു. വലിയ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെ കാണാതിരിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ ഉദ്ദേശിച്ച പത്രം അത് പറഞ്ഞത്. രാഷ്ട്രീയ താല്പര്യമായിരിക്കും. സർക്കാരിനെ അങ്ങനെ കേവലം രാഷ്ട്രീയ താല്പര്യം കാലം കൊണ്ട് ആക്രമിക്കാനാകില്ല. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം തിരഞ്ഞെടുപ്പല്ല. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം ഒരു നവകേരളമാണ്. നവകേരളത്തിൻ്റെ സൃഷ്ടിയിൽ കേരളത്തിന് അനിവാര്യമായത് എന്തെല്ലാമാണോ അതിലൊരു കുറവും വരുത്താത്ത വിധത്തിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകും. വികസനം എങ്ങനെ വേണം എന്ന് ജനങ്ങളോട് ഇങ്ങനെ കൂടിയാലോചിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടോ? ഇപ്പോൾ ഇന്നലത്തെ പത്രങ്ങളിൽ നിങ്ങൾ വാർത്ത കണ്ടു കാണും. കഴിഞ്ഞ ദിവസം സ്ത്രീകളുമായി 22-ാം തീയതി സ്ത്രീകളുമായി കൂടിയാലോചിച്ചു എറണാകുളത്ത്. നേരത്തെ വിദ്യാർത്ഥികളുമായി കൂടിയാലോചിച്ചു. തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരുമായി കൂടിയാലോചിച്ചു. തൊഴിലാളികളുമായി കൂടിയാലോചിച്ചു. വരുന്ന ദിവസങ്ങളിൽ കർഷകരും കർഷക തൊഴിലാളികളുമായി കൂടിയാലോചിക്കുന്നു. അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളോട് അതിൻ്റെ അടിസ്ഥാന തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയായിരിക്കണം നവകേരളം രൂപീകരിക്കപ്പെടുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിലുണ്ടാകില്ല എന്ന വിശ്വാസക്കാരാണ് ഞങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് ലക്ഷ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല. കഴിഞ്ഞ ഏപ്രിൽ ആരംഭിച്ചൊരു പ്രക്രിയ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനിയും മാധ്യമങ്ങൾ കാണാനിരിക്കുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളുടെ അന്വേഷണ പരിപാടികൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അത് അനുസരിച്ച് ഗവൺമെൻറ് മുന്നോട്ട് പോകും. അതിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവുമില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ നവകേരള സദസ്സിൽ ഉയർന്നു വന്ന പരാതികൾ, അതിൽ വികസന ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഏറ്റെടുക്കാൻ MLA-മാരോട് കൂടിയാലോചിച്ച് അവിടെ വന്ന പരാതികളിൽ ഒന്ന് നടപ്പിലാക്കാം, ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാം. ഒരു പ്രോജക്റ്റ് അപ്പോൾ പ്രതിപക്ഷക്കാർ പറഞ്ഞ ഒരാരോപണം 99 പേർക്ക് മാത്രമായി ഇത് നടപ്പിലാക്കുന്നു, ഞങ്ങൾ 41 പേർ ഇതിൽ വരാത്തത് രാഷ്ട്രീയ പ്രശ്നമാണ്, ഞങ്ങളെ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ഗവൺമെൻറ് 140 മണ്ഡലങ്ങളിലും, അതാണ് 1000 കോടി രൂപ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. 140 മണ്ഡലങ്ങളിലും അവതരിപ്പിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു പ്രോജക്റ്റ്. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും വിധത്തിലുള്ള അസന്തുലിതാവസ്ഥ വികസന പ്രവർത്തനങ്ങളിൽ കേവലമായിട്ടുള്ള സാങ്കേതിക താല്പര്യങ്ങളാൽ നടത്താൻ ആ പ്രോജക്റ്റ് തിരഞ്ഞെടുപ്പ് തുടങ്ങിയോ? പിന്നെ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട MLA-മാരോട് കൂടിയാലോചിച്ച് ലിസ്റ്റ് ആവുകയാണ്. ലിസ്റ്റ് ഈ ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് അതിനിടയിൽ വരും. ആ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഔപചാരികമായി പ്രഖ്യാപിക്കും ഓരോ മണ്ഡലത്തിലും ആളുകളോട്. അത് ഞങ്ങൾ മന്ത്രിമാർക്ക് പ്രത്യേകം ഒന്നും നൽകിയിട്ടില്ല. അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാകണം നിർബന്ധമായും. ഓരോ മണ്ഡലത്തിലും നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ലഭ്യമായ പരാതികളിലോ പ്രഭാത സദസ്സിലോ ഉന്നയിക്കപ്പെട്ട ഒരു പ്രോജക്റ്റ് നമുക്ക് ഏറ്റെടുക്കാം. കാരണം ഒരുപാട് ആവശ്യങ്ങൾ ആളുകൾ ഉന്നയിക്കും. അപ്പോൾ അതിലൊരു പ്രോജക്റ്റ് നമുക്ക് നടപ്പിലാക്കാം എന്ന് മുഖ്യമന്ത്രി തന്നെ നിശ്ചയിച്ചു. ആ പ്രോജക്റ്റ് ഏത് എന്ന് പിന്നെ പറയാനുള്ളൊരു അവകാശം കൂടി MLA-മാർക്ക് നൽകി. അങ്ങനെയാണെങ്കിൽ 41 പേരെന്ത് ചെയ്യും? അവരിത് അറിഞ്ഞിട്ടില്ലല്ലോ ഏതാന്നുള്ളത്. അല്ല അവരോട് കൂടി ആലോചിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാകുമോ അന്ന് വരാണ്ടിരുന്നത് ഒരു വലിയ നഷ്ടമായി പോയി എന്ന്? ഒരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. കാരണം അവർക്ക് വരാതിരിക്കുകയും വലിയ പ്രചരണം ഉണ്ടാക്കുകയും ഗവൺമെൻറ്റിനെതിരെ പറയുകയും ചെയ്തിട്ട് ഈ അവകാശമെല്ലാം ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ കിഫ്ബിക്കെതിരെ വലിയ തോതിൽ ആക്ഷേപം ഉന്നയിക്കുന്നു. പക്ഷേ നമ്മൾ എവിടെ പോയാലും, ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ മണ്ഡലത്തിൽ പോയാലും എല്ലാ MLA-മാരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കിഫ്ബിയുടെ വികസന പദ്ധതികൾ കാണാൻ കഴിയും. അല്ല, മാത്രമല്ല പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഞങ്ങൾ പോയപ്പോൾ തല ഒട്ടിവെച്ചിട്ടുള്ള എല്ലാ ബോർഡുകളും
കിഫ്ബിയുടെ പണം കൊണ്ട് ലഭ്യമാക്കിയതാണ്. പക്ഷേ ആ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ കടമെടുക്കുന്ന ബാധ്യതയിൽ പെടുത്തുമ്പോൾ ഒരു എതിരഭിപ്രായമില്ല. ഞാൻ പറഞ്ഞ അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മളൊരു സമരം സംഘടിപ്പിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 64-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരായി തന്നെ അദ്ദേഹത്തിന് എന്നുവെച്ചാൽ ആ ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്കെതിരായി നടത്തിയ സമരത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു, കൊടികളില്ലാത്ത വിധം കൂട്ടിയോജിപ്പിച്ചു. സത്യത്തിൽ ഞങ്ങളാണ് പരാതി ഉന്നയിക്കേണ്ടത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേർന്ന് ഈ പരിപാടികൾ ആലോചിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആലോചിച്ചത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായിട്ടാണ്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ ഒരാളാണ്. ഞങ്ങളുടെ യോഗത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഇന്നലെ ഞാൻ പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി ആലോചിച്ചു. വലിയ സന്തോഷത്തോടെ കേരളം അത് കേട്ടു. കാരണം പ്രതിപക്ഷത്തിൻ്റെ കൂടി സ്വരം കേൾക്കാൻ കഴിയുന്ന, അതായത് ജനാധിപത്യം എന്നാൽ എതിരഭിപ്രായങ്ങൾ കൂടി കൂട്ടിയോജിപ്പിക്കാവുന്നൊരു കലയാണ് എന്ന് വളരെ ശ്രദ്ധാപൂർവം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ശ്രീനാരായണ ഗുരു മുതൽ ആരംഭിക്കുന്ന ഒരു പാരമ്പര്യമാണത്. എതിരഭിപ്രായങ്ങൾ കൂടി പ്രതിപക്ഷ അഭിപ്രായങ്ങൾ കൂടി എതിർപ്പുള്ള വാദങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നൊരു കലയാണ് ജനാധിപത്യം. അതുകൊണ്ട് അവരോട് പറഞ്ഞു, സഭ പിരിയുന്നതിന് മുമ്പ്, അതായത് ലോകസഭ പിരിയുന്നതിന് മുമ്പ് എനി ഡേറ്റ് നിങ്ങൾക്കൊഴിവുള്ള, നിങ്ങൾക്ക് സൗകര്യമുള്ള, നമുക്ക് ഈ വിഷയത്തിൽ കൂട്ടായി നിൽക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ജനദ്രോഹ നയത്തിനെതിരായി, ഫെഡറൽ തത്വത്തിനനുസരിച്ച് കേരളത്തിന് പണം തരാത്ത ഈ നിലപാടിനെതിരായി നമുക്ക് ഒരുമിച്ച് നിൽക്കണം. മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി കൂട്ടത്തിൽ കൂട്ടി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉന്നയിക്കാൻ. ഒരു പ്രശ്നവും അന്ന് ഉന്നയിച്ചില്ല. പ്രതിപക്ഷം ഉന്നയിച്ചില്ലെന്ന് മാത്രമല്ല, അന്ന് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് ഈ വിഷയം ഉന്നയിക്കാം, പക്ഷേ ഞങ്ങൾക്കൊന്ന് കൂടിയാലോചിക്കണം. ഞങ്ങൾ വിചാരിച്ചു പോസിറ്റീവായ ഒരു കാര്യത്തിന് വേണ്ടിയാവും കൂടിയാലോചന. ഒരു ദിവസം കാത്തിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മൂന്നാമത്തെ ദിവസം യോഗം കൂടിയപ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വലിയ പ്രതീക്ഷയിലായിരുന്നു. അവർ കൂടിയ തീയതി പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് തീയതി തീരുമാനിക്കാതെ പിരിഞ്ഞു. ഒരു ദേശീയ സമരം എന്ന ആലോചന മാത്രം നടത്തി. യഥാർത്ഥത്തിൽ കപിൽ സിബൽ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തിനെതിരായി പ്രതികരിക്കുന്ന കോൺഗ്രസ്സുകാരുൾപ്പെടെയുള്ള വലിയ ജനാവലി ഡൽഹിയിൽ വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അത് മുഖ്യമന്ത്രി നേരിട്ടിരിക്കുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയും ഒപ്പം വരുന്നു. ഓൺലൈനിലൂടെ തമിഴ്നാട് മുഖ്യമന്ത്രി ഞങ്ങളുടെ മനസ്സിതാണ് എന്ന് പറയുന്നു. അവരുടെ മന്ത്രി നേരിട്ട് വരുന്നു. അവരുടെ പ്രതിപക്ഷം നേരിട്ട് വരുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിനകത്ത് ഇത്തരത്തിൽ ഫെഡറലിസം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പേരും അവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. സത്യത്തിൽ 1.5 മണിക്ക് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിമാർ സീതാറാം യെച്ചൂരിയും ഡി രാജയും ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് വരെ ബാക്കി എല്ലാവർക്കും ഇടം കൊടുത്ത് അവരുടെ പ്രസംഗത്തിന് ഇടം നൽകി അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഇത്ര വലിയൊരു പരിപാടി പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതിന് എന്തായിരുന്നു കാരണം? അല്ല, കേരളത്തിൻ്റെ അവകാശം ചോദിക്കുന്ന ഒരു സമരത്തിൽ പ്രതിപക്ഷം ബഹിഷ്കരിക്കുക, അതായത് 3.5 കോടി വരുന്ന മലയാളിയുടെ ലഭ്യമാകേണ്ട അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിനിടയിൽ പ്രതിപക്ഷം ബഹിഷ്കരിക്കുക, അതൊരു ശരിയായ നടപടിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല.